നമസ്കാരം. ഞാൻ കമറുദ്ദീൻ എന്ന കമാലുദ്ദീൻ ചെന്നൈയിൽ നിന്ന് സംസാരിക്കുന്നത്. ഇപ്പോ FB വരാനുള്ള കാരണം കൊട്ടാരക്കര കൊല്ലം KSRTC ബസ്സിൽ വെച്ചിട്ട് ഒരു പെൺകുട്ടി, അവളെ പെൺകുട്ടി എന്നൊന്നും വിളിക്കാൻ പറ്റില്ല, അവളെ ഉണ്ടാക്കിയ സമയം ഏതാണെന്ന് അവളുടെ തന്ത ലോകത്തോട് വെളിപ്പെടുത്തണം. ആദ്യം തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു പെൺകുട്ടി കണ്ടന്റ് ക്രിയേറ്റർ, ഈ റീച്ചോളിച്ചുകളുണ്ടല്ലോ, ഈ റീച്ചോളിച്ചുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി കൂടെയുള്ള ആളെ അപമാനിച്ചുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ചെയ്തു. എന്നെ അങ്ങനെ കാട്ടി, എന്നെ ഇങ്ങനെ കാട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പെണ്ണ് മാസ്ക് ഇട്ടിട്ട്, കറുത്ത മാസ്ക് ഇട്ടിട്ട് ഒരു പാവം പിടിച്ച ആ മനുഷ്യന് എതിരെ ഒരു വീഡിയോ ചെയ്ത് അത് മില്യൺ കണക്കിന് ആളുകളൊക്കെയാണ് ആ വീഡിയോ കാണുന്നത്. സംഭവം റീച്ചിന് വേണ്ടിയിട്ട് കൂട്ടിക്കൊടുക്കുന്ന കാലമാണല്ലോ പൊതുവെ ഇന്നത്തെ കാലത്ത്. ഒരുപാട് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും റീച്ചിന് വേണ്ടി എന്ത് തെമ്മാടിത്തരവും തോന്നിയവാസവും കൂട്ടിക്കൊടുപ്പും കേരളത്തിൽ ഒരുപാട് പേര് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിലെ ഒരുത്തിയാണത്. ഇവളൊക്കെ റീച്ചിന് വേണ്ടിയിട്ടാണ് പാവം പിടിച്ച മനുഷ്യരെ, ബസ്സിൽ ഒരു തെറ്റും ചെയ്യാത്ത പച്ച പാവം പിടിച്ച മനുഷ്യൻ KSRTC ബസ്സിനകത്ത് ഇരിക്കുമ്പോ അതിന്റെ അടുത്ത് ഇരുന്നിട്ട് എന്നെ അങ്ങനെ കാട്ടി ഇങ്ങനെ കാട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അപമാനിക്കുന്ന കുറെ റീച്ചോളിച്ചുകളുണ്ട്. പക്ഷേ അങ്ങനെ കാട്ടുന്ന ഒരുപാട് കാലഘട്ടങ്ങളാണ് കേട്ടോ. അതും പറഞ്ഞുതരാം. ഈ ചില പുരുഷന്മാര് സ്ത്രീകൾക്കെതിരെ കാണിക്കുന്ന അത് കോപ്രായങ്ങളൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അതിന്റെ ഇടയിൽ റീച്ചിന് വേണ്ടി മനഃപൂർവ്വം കുടുംബത്തിൽ പിറന്ന, തറവാട്ടിൽ പിറന്ന ആണുങ്ങളെ ഇങ്ങനെ അപമാനിച്ചുകൊണ്ട് വീഡിയോ ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ചെയ്ത് റീച്ച് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കൂട്ടിക്കൊടുത്ത് ജീവിക്കേണ്ട പൈസ, ഇതൊക്കെ നിങ്ങളൊക്കെ നിലയ്ക്കോ? നിങ്ങൾക്കൊക്കെ ഈ കിട്ടുന്ന പൈസ, ശാപം പിടിച്ച പൈസ കൊണ്ട് നിങ്ങൾ ഭക്ഷണം വാങ്ങിച്ചു കഴിച്ചാൽ നിങ്ങൾക്ക് മാറാ രോഗം വരും. പൊതുജനങ്ങളെ ഇങ്ങനെ അനാവശ്യമായിട്ട് ഒരിക്കലും ബുദ്ധിമുട്ടിക്കരുത്. ഈ പെൺകുട്ടിയോട് എനിക്ക് പറയാനുള്ളത്, റീച്ചിന് വേണ്ടി ഇതിനേക്കാൾ നല്ലത് വേറെ എവിടെയെങ്കിലും പോയി കുനിഞ്ഞു നിൽക്കടി. അതാണ് നിനക്കൊക്കെ നല്ലത്. നീ പെണ്ണാണ്, പെണ്ണിന് പവിത്രതയുണ്ട്. നിന്നെപ്പോലെ മറ്റവളുകൾക്ക് ഒരിക്കലും പവിത്രത തരാൻ ഇപ്പൊ തൽക്കാലം ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ അമ്മയും പെണ്ണാണ്, എന്നെ പ്രസവിച്ചതും പെണ്ണാണ്, എന്റെ ഭാര്യയും പെണ്ണാണ്, എന്റെ മോളും പെണ്ണാണ്. സ്ത്രീകളാണ്, സ്ത്രീകൾക്ക് പവിത്രതയുണ്ട്. ആ സ്ത്രീകളുടെ പവിത്രതയും പാരമ്പര്യവും ഇതുപോലെ പൊതുസമൂഹത്തിന് മുന്നിൽ വിറ്റ് തുലയ്ക്കുന്ന നിന്നെപ്പോലെയുള്ള വളരെ മോശമായി പറഞ്ഞാൽ ചിലപ്പോ ഓടിപ്പോവും. അപ്പോ ഇതിനോടൊന്നും ഒരിക്കലും കേരളീയ സമൂഹം ഒരിക്കലും അംഗീകാരം കൊടുക്കരുത്. ചില ബസ്സുകളിൽ അനീതികൾ നടക്കുന്നുണ്ട്. സ്ത്രീകൾക്കെതിരെ പിടിയും വലിയും ഒരുപാട് നടക്കുന്നുണ്ട്. സത്യം തന്നെയാണ്. കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ്. ചില തറവാട്ടിൽ പിറക്കാത്ത ചില മറ്റേ അവന്മാർ ലിംഗം വെളിയിലിട്ടിട്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ പോലും ബസ്സിനകത്തും ട്രെയിനിനകത്തും വീഡിയോ ചെയ്തിട്ട് നമ്മളൊക്കെ കാണുന്നതാണ്, കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, കണ്ടതാണ്. ഒരു തെറ്റും ചെയ്യാത്ത കുടുംബത്തിൽ പറഞ്ഞ പാവങ്ങളെ ഇതുപോലുള്ള ഈ റീച്ചിന് വേണ്ടി ഇതുപോലുള്ള പെണ്ണുങ്ങളെയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ എത്ര മോശമാണ് അല്ലേ? ആ യുവാവിന്റെ വീട്ടുകാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ പെണ്ണിന്റെ അടുത്തിരുന്ന ആളുടെ വീട്ടുകാരുടെ അവസ്ഥ, ഈ ആളുടെ മാനസികാവസ്ഥ. എത്ര ആണുങ്ങളാണ്, എത്ര നിരപരാധികളാണ് ഇതുപോലുള്ള തെറ്റുകൾ, ഇങ്ങനെ ചെയ്യാത്ത തെറ്റിന് ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ചില സ്ത്രീകളുടെ അഴിഞ്ഞാട്ടം മൂലം, അവരുടെ കള്ളപ്പരാതിയുടെ മേൽ, അവരുടെ അട്ടഹാസം സഹിക്കവയ്യാതെ ഒരുപാട് തെറ്റ് ചെയ്യാത്ത ആളുകൾ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. സ്ത്രീകൾക്കാണല്ലോ കേരളത്തിൽ പരിഗണനകൾ കൂടുതലുള്ളത്, പുരുഷന്മാർക്കല്ല. എന്നെ അങ്ങനെ ചെയ്തു, എന്നെ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ ഒരു സ്ത്രീ പോലീസ് സ്റ്റേഷനകത്ത് വെച്ച് പോയി പരാതി കൊടുത്താൽ ആ വിഷയത്തിൽ ഓൺ ദ സ്പോട്ടിൽ FIR എടുത്തിട്ട് കേസ് അന്വേഷിക്കുകയാണ്. ഈ വ്യക്തിയെ പിടിച്ച് അകത്തിടുകയാണ്, തല്ലുകയാണ്, ചെയ്യാത്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കുകയാണ്. അങ്ങനെ അനുഭവിച്ച കാലഘട്ടങ്ങൾ കേരളത്തിൽ കടന്നുപോയിട്ടുണ്ട്. ഇപ്പോഴും ഒരുപാട് പുരുഷന്മാര് ചില സ്ത്രീകളുടെ നുണകൾ പറഞ്ഞ് കള്ള പരാതി കൊടുത്ത് അതിന്റെ കാരണം ഒരുപാട് പുരുഷന്മാർ ഇന്ന് കേരളത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതുപോലെയുള്ള ഇവളെയൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഫേസ്ബുക്കിനെ ബ്ലോക്ക് ചെയ്യും. അതുകൊണ്ടാണ് ഭരണിപ്പാട്ട് പാടാത്തത്. എനിക്കറിയുന്ന എല്ലാ ഭരണിപ്പാട്ടും നിനക്കെതിരെ ഞാൻ പാടിയതായിട്ട് ലോകത്തോട് ഞാൻ വിളിച്ചു പറയാണ്. ഇങ്ങനെയുള്ള സ്ത്രീകളെയൊക്കെ സമൂഹത്തിന് മുന്നിൽ ഒറ്റപ്പെടുത്തണം. അവൾ ചെറിയൊരു പെണ്ണാണ്. റീച്ചിന് വേണ്ടി സമൂഹത്തിൽ എത്രയോ അനീതികൾ, ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. അതിനെതിരെ ശബ്ദിച്ചൂടെ? എത്രയോ നല്ല സ്ത്രീകളില്ലേ? അതുപോലെ തന്നെ റീച്ചിന് വേണ്ടിയിട്ടേ ചില സ്ത്രീകളെ പടുവലങ്ങ കൈ പിടിച്ചിട്ട്
ഇത് എങ്ങനെയുണ്ട് സുഹൃത്തുക്കളെ? വഴുതനങ്ങ കയ്യിൽ പിടിച്ചിട്ട്, കുക്കമ്പർ കൈ പിടിച്ചിട്ടേ എന്നിട്ട് പോസ്റ്റ് ഇടുകയാണ്. അത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്, ഇല്ലാന്നൊരിക്കലും പറയുന്നില്ല. കമ്പി പോസ്റ്റ്, കുക്കമ്പർ കൈ പിടിച്ചിട്ട് ഈ വണ്ണം മതിയോ, എങ്ങനെയുണ്ട്? പടുവലങ്ങയൊക്കെ ചിന്തിക്കാൻ പോലും പറ്റാത്ത സംഭവങ്ങളാണ്. അതുപോലെ മുരിങ്ങക്കായ് കൈ പിടിച്ചിട്ട് ഇവര് ഫേസ്ബുക്കിൽ സെൽഫി എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാണ്. ഇത് എന്തോ വലിയൊരു അത്ഭുതമാണെന്നാണ് ഇവരുടെയൊക്കെ വിചാരം. അതായത് മൈനസ് ആയിട്ടുള്ള കമന്റുകൾ വരണം, സെക്സിപരമായിട്ടുള്ള കമന്റുകൾ വരണം. അത് കുറെ ആളുകളുണ്ടല്ലോ കമന്റുകൾ എഴുതാനും. അപ്പോ ഈ സ്ത്രീകൾ ഇവരുടെ യഥാർത്ഥ ഫേസ് ലോകത്തോട് അറിയിക്കുകയാണ്. എന്നിട്ട് കയ്യിൽ കുക്കമ്പറും. ഇത് ഇവരുടെ എന്താ പറയാ, അമ്മമാര് കാണുന്നില്ലേ? ഇവരുടെ അച്ഛന്മാര്, മാതാപിതാക്കൾ, സ്വന്തം ഭർത്താവ്, മക്കൾ, ഇവരൊക്കെ കാണില്ലേ? ഇവർക്കുന്നത് വിഷയമല്ല. ചില ഭർത്താക്കന്മാര് ഭാര്യയെ അഴിച്ചുവിടുകയാണ്. ചില സ്ത്രീകളൊക്കെ അതിൽ ഞാൻ പറയുന്നില്ല, ഒരുപാട് സ്ത്രീകളുണ്ട്. കുനിഞ്ഞു നിന്ന് ഫോട്ടോ എടുത്തത് എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ടോ? എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിട്ട് റീച്ചിന് വേണ്ടിയിട്ട്. എന്തിനാണ് ഇങ്ങനെ നിങ്ങൾ റീച്ചിന് വേണ്ടി ഇതുപോലെ ഫേസ്ബുക്കിൽ കാശിന് വേണ്ടിയിട്ട്? ഇതിനേക്കാൾ നല്ലതേ റിസ്ട്രീറ്റിൽ ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. അവരൊക്കെയാണ് സ്ത്രീകൾ, മനുഷ്യത്തികൾ. ഓപ്പണായിട്ട് പറയാണ്, അവർക്കൊക്കെ അന്തസ്സും അഭിമാനമുണ്ട്. ഇത് സെക്സ്പരമായിട്ട് മോശമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ളതല്ല സോഷ്യൽ മീഡിയ. സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ലോകത്തോട് അറിയിക്കാനും നല്ല നല്ല നന്മയ്ക്ക് വേണ്ടി, പൊതുസമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി, മതേതരത്വത്തിന് വേണ്ടി, നാടിന്റെ ഐശ്വര്യത്തിന് വേണ്ടി, നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഈ പ്ലാറ്റ്ഫോം ഉപയോഗിക്കണം. സെക്സിന് വേണ്ടി, സെക്സ് കമ്പി വർത്തമാനത്തിന് വേണ്ടി കുക്കമ്പറും കൈ പിടിച്ചിട്ടാണ് ഓരോ വ്യക്തികള്. അവരെയൊക്കെ പറയേണ്ട പേര് വേറെയാണ്. കാരണം വേശ്യകൾക്കും അന്തസ്സുണ്ട്, ഇവർക്ക് അതുപോലും ഇല്ലല്ലോ. അതേപോലെ ഒരുത്തിയാണ് ഇന്നലെ ഒരു പാവം പിടിച്ച മനുഷ്യനെ കൊട്ടാരക്കര കൊല്ലം ടു ആ ബസ്സിനകത്ത് വെച്ച് അപമാനിച്ചവള്. വേശ്യകൾക്കും ഉള്ള അന്തസ്സ് പോലും അവൾക്കില്ല എന്നാണ്. അവള് എന്റെ മോളുടെ പ്രായമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവളൊക്കെ ആരാണെന്ന് അവളുടെയൊക്കെ വിചാരം? പണത്തിന് വേണ്ടി മറ്റേ പണിക്ക്. പിന്നെ പറയുന്നില്ല ഞാൻ. പക്ഷേ എനിക്ക് കേരളത്തിന്റെ ബഹുമാനപ്പെട്ട സമൂഹത്തോട് പറയാനുള്ളത്, സ്ത്രീകൾക്കെതിരെ ആക്രമണങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട് ഈ ബസ്സിനകത്ത്. പക്ഷേ ഇതുപോലെ അനാവശ്യ പ്രചാരണങ്ങൾ സ്ത്രീകൾ മനഃപൂർവ്വം റീച്ചിന് വേണ്ടി ഇതുപോലെ കൂട്ടിക്കൊടുപ്പുകൾ നടത്തുമ്പോൾ അതിനോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. ഇന്നലെ അപമാനിച്ചുവിട്ട ആ കൂതറ പെണ്ണിനെതിരെ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ്, ബഹുമാനപ്പെട്ട DGP നേരിട്ട് കേസെടുത്ത് അവളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. ഇത് കേരളം മാതൃകയാവണം. ഇതുപോലെ ഒരു സ്ത്രീകളും ഇതുപോലെ അനാവശ്യമായിട്ട് പുരുഷന്മാരെ വെച്ച് കളിക്കരുത്, റീച്ചിന് വേണ്ടി ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയാൻ ആഗ്രഹിച്ചുകൊണ്ട് കേരളത്തിൽ എല്ലാവർക്കും നല്ലത് വരട്ടെ. അനീതികൾക്കെതിരെ എല്ലാവരും പോരാടുക. റീച്ചിന് വേണ്ടി കുനിഞ്ഞു നിൽക്കുന്ന പരിപാടികളൊന്നും സ്ത്രീകൾ ദയവ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് സ്ത്രീകൾക്ക് തന്നെ അപമാനം വരുത്തിവെക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി പറയാനൊക്കെയാണ്. സ്ത്രീകൾ പവിത്രതയുള്ളവരാണ്, സ്ത്രീകൾക്ക് പവിത്രതയുണ്ട്. അവര് മാതാവാണ്, അവര് അമ്മയാണ്, അവര് പെങ്ങളാണ്, അവര് ഭാര്യയാണ്, അവര് മോളാണ്. അവരില്ലെങ്കിൽ നമ്മളില്ല. അങ്ങനെ ചിന്തിക്കേണ്ട ഈ കാലഘട്ടത്തിൽ സ്ത്രീകളുടെ അപമാനമായി മാറിക്കൊണ്ടിരിക്കുന്ന കുറെ സ്ത്രീകളും അതാണ് ഞാൻ പറയാൻ കാരണം, ആ സ്ത്രീകൾക്ക് സോഷ്യൽ മീഡിയയിൽ ഇത്രത്തോളം സ്വാതന്ത്ര്യം നൽകുന്ന, കൂട്ടിക്കൊടുപ്പ് നടത്തുന്ന പുരുഷന്മാർക്കും ആദരാഞ്ജലികൾ. നന്ദി, നമസ്കാരം. ഇതുപോലുള്ള മോശമായ കാര്യങ്ങളൊന്നും ദയവ് ചെയ്ത് സ്ത്രീകളെ നിങ്ങൾ അനാവശ്യമായിട്ട് പുരുഷന്മാരെ ഉപയോഗിക്കരുത്. നന്ദി, നമസ്കാരം.